പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാത്തന്നൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നു. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരും BJPയുടെ സംസ്ഥാന നേതൃത്വവും എണ്ണി പറഞ്ഞപ്പോഴും ഒരേ സ്വരത്തിൽ ഞങ്ങൾ ആവർത്തിച്ച മറ്റൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അട്ടിമറി സംഭവിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിലോ പാലക്കാടോ ചാത്തന്നൂരിലോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന്. ആ അട്ടിമറി BJPയുടെ സംസ്ഥാന നേതൃത്വം കാത്തിരുന്ന ആ അട്ടിമറി ഇതാ ചാത്തന്നൂരിൽ സംഭവിച്ചിരിക്കുന്നു. BB ഗോപകുമാർ BJPയുടെ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് അവർ കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയിച്ചിരിക്കുന്നു. 2011 BJP വെറും 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ് ചാത്തന്നൂര്. 2011 BJP 3-ാം സ്ഥാനത്തായിരുന്നു ചാത്തന്നൂർ മണ്ഡലത്തിൽ. അന്ന് കിട്ടിയത് വെറും 3839 വോട്ട് മാത്രമാണ് BJPക്ക്. അന്ന് BJPയുടെ സ്ഥാനാർത്ഥി കിഴക്കനേല സുധാകരൻ ആയിരുന്നു. അന്ന് CPIയിലെ GS ജയപാൽ ആണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 2-ാം സ്ഥാനത്ത് ബിന്ദു കൃഷ്ണയായിരുന്നു. 2016 പക്ഷേ BJP 2-ാം സ്ഥാനത്തേക്ക് വന്നു. അന്ന് 2-ാം സ്ഥാനത്തേക്ക് വന്നയാളുടെ പേരാണ്, ആ സ്ഥാനാർത്ഥിയുടെ പേരാണ്, ആ BJP നേതാവിൻ്റെ പേരാണ് BB ഗോപകുമാർ. അന്ന് BB ഗോപകുമാർ നേടിയ വോട്ട് 33,199 വോട്ടായിരുന്നു. GS ജയപാൽ തന്നെയാണ് ജയിച്ചത്. GS ജയപാലിന് 67,606 വോട്ട് ലഭിച്ചു. ശൂരനാട് രാജശേഖരൻ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയി. 2021 ജയപാൽ തന്നെ ജയിച്ചു. 59,296 വോട്ടാണ് ജയിച്ച് ജയപാലിന് കിട്ടിയത്. BB ഗോപകുമാർ അന്ന് 42,090 വോട്ട് നേടി 3-ാം സ്ഥാനത്തേക്ക് പോയത് N പീതാംബരക്കുറുപ്പാണ്. പീതാംബരക്കുറുപ്പിന് അന്ന് കിട്ടിയത് 34,280 വോട്ടാണ്. ഇക്കുറി R രാജേന്ദ്രനും BB ഗോപകുമാറും സൂരജ് രവിയും മത്സരിച്ചപ്പോൾ ആവേശകരമായ വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടങ്ങളിലും NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി BB ഗോപകുമാർ ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ടക് ആയിരുന്നു ഫൈറ്റ്. എന്തും സംഭവിക്കാം എന്ന നിലയിലേക്കായിരുന്നു ചാത്തന്നൂർ മണ്ഡലം പോയിരുന്നത്. ഉച്ചയ്ക്ക് 12:27 കൃത്യസമയം 12:27 262 എന്ന ലീഡിലേക്ക് BB ഗോപകുമാർ എത്തിച്ചേരുന്നു. പിന്നീട് അത് 1642 ആകുന്നു. ഏറ്റവും ഒടുവിൽ ആവേശകരമായ ക്ലൈമാക്സിലേക്ക് ചാത്തന്നൂർ എത്തിച്ചേർന്നിരിക്കുന്നു. 4000-ഓളം വോട്ടുകൾക്ക് എതിരാളികളെ പിന്നിലാക്കി BB ഗോപകുമാർ നേമത്ത് അന്ന് താമര വിരിഞ്ഞതിന് ശേഷം ഇതാ സംസ്ഥാന നിയമസഭയിൽ കേരളത്തിൽ വീണ്ടും താമര വിരിഞ്ഞിരിക്കുന്നു. അത് ചാത്തന്നൂർ മണ്ഡലത്തിൽ BB ഗോപകുമാറിലൂടെ.